അതായത് ആൽക്കോളിക്സ് അനോണിമസ് ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. അപ്പം ഹായ് നമ്മള് ഷൂചേട്ടാ. ബുക്ക് ബുക്ക് ഇറങ്ങിയതിനെ കുറിച്ചും ഹായ് എല്ലാവർക്കും ഹായ്. ബുക്ക് ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയാണ് സർവീസിന്റെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ലോകം മുഴുവൻ ആൽക്കോളിസിന്റെ പുസ്തകം എത്തിയതെന്നുള്ള ഭാഗത്താണ് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. പേജ് നമ്പർ 200 200-ന്റെ അവസാനത്തെ പാരഗ്രാഫിലാണ് നമ്മൾ എത്തിയുന്നത്. ഞാൻ അത് വീണ്ടും വായിക്കാം. ഗുഡ് ട്രാൻസ്ലേഷൻസ് ഓഫ് എ ലിറ്ററേച്ചർ ആർ എവർ മോർ urgently needed, but able helpers have always turned up to meet the need. Some 10 years ago, Frankam translated the AA book into Spanish. He worked daytimes as interpreter for a New York importer, and at night he labored over his love, the book Alcoholics Anonymous. Today, his translation is the foundation cornerstone for AA in Spanish-speaking countries. Somewhat later, certain Quebec members did an equally fine piece of work, this time in French, at Oslo. We hope our big book will soon be published in Norwegian. Because of the language similarity, the Danes and the Swedish will also be able to read our basic text when it appears in Norwegian. അത് പറയുന്നത് ഇതാണ്: സാഹിത്യങ്ങളുടെ നല്ല വിവർത്തനങ്ങൾ വലിയ അത്യാവശ്യമായി വന്നിരിക്കുന്നു. കഴിവുള്ളവർ എക്കാലത്തും നമ്മെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഫ്രാങ്ക് എം ബുക്ക് സ്പാനിഷിലേക്ക് വിവർത്തനം ചെയ്തു. പകൽ സമയങ്ങളിൽ അദ്ദേഹം ഒരു ന്യൂയോർക്ക് ഇറക്കുമതിക്കാരന് വേണ്ടി ഇന്റർപ്രറ്ററായിട്ട് ജോലി ചെയ്തു. രാത്രി കാലങ്ങളിൽ അദ്ദേഹം ആൽക്കോളിക്സ് അനോണിമസ് എന്ന തനിക്ക് വലിയ സ്നേഹമുള്ള പുസ്തകത്തിന്റെ അതിനോടുള്ള ഇഷ്ടം സഫലമാക്കി. ഇന്ന് സ്പാനിഷ് സംസാരിക്കുന്ന നാടുകളിൽ എയുടെ മൂലക്കല്ല് അദ്ദേഹത്തിന്റെ വിവർത്തനമാണ്. പിന്നീട് ചില ക്വബെക് അംഗങ്ങൾ അതേ കാര്യം തന്നെ, അതായത് പുസ്തകത്തിന്റെ വിവർത്തനം തന്നെ ഫ്രഞ്ചിൽ ചെയ്തു. ഓസ്ട്രേലിയയിൽ ഉടനെ തന്നെ നോർവീജിയൻ ഭാഷയിൽ ബുക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭാഷയുടെ സാമ്യം മൂലം നോർവീജിയൻ ഭാഷയിൽ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം പുറത്തിറങ്ങുമ്പോൾ ഡാനീസുകളും സ്വീഡിഷുകളും അത് വായിക്കും. മെനി ഓഫ് അവർ പാംലെറ്റ്സ്, കാരണം അതിൻ്റെ ഭാഷയുടെ സാമ്യം മൂലം ഡാനിഷ് ഭാഷയിലും സ്വീഡിഷ് ഭാഷയിലും അത് വായിക്കാൻ സാധിക്കും. നമ്മുടെ ലഘുലേഖകളിൽ മെനി ഓഫ് അവർ പാംലെറ്റ്സ് ഹാവ് ഓൾറെഡി ബീൻ പബ്ലിഷ്ഡ് ഇൻ സ്റ്റിൽ അതർ ടങ്സ്, നോട്ടബിളി ജർമ്മൻ, ഡച്ച് ആൻഡ് ഫിനിഷ്. We strive constantly to cross more language barriers, thus throwing new lifelines to those who don't yet know that there is way out. നമ്മുടെ ലഘുലേഖകളിൽ പലതും മറ്റ് ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം ജർമ്മൻ, ഡച്ച്, ഫിനിഷ് ഭാഷകളിൽ. ഭാഷയുടെ തടസ്സങ്ങൾ കടന്നു പോകാൻ നാം പൊരുതുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടെന്ന് അറിയിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. To cross more languages barriers, those throwing new lifelines to those who don't yet know that there is a way out. അതായത് നമ്മുടെ ഈ ദുരിതത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഒരു മാർഗമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Since AA was growing so fast, headquarters had to grow too. Thousands of group contributions and our increasing literature sales soon demanded a full-time bookkeeper. Getting out our directory of AA groups began to be a job, rather like publishing a suburban telephone book. Letter and a cardex file began to appear in rows. More alcoholics staff members had to be engaged. At the work was divided among them. Departments began to be created. Today's offices departmentalized to cover the following activities: group relations, domestics and foreign, public relations, general service, conference, office management, mailing, packing, accounting, stenographic and special services to prison and hospital groups. ഇപ്പോൾ വളരുന്നത് കൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സും വളരേണ്ടതുണ്ട്. ആയിരക്കണക്കിന് ഗ്രൂപ്പുകളോട് സംഭാവനകളും പുസ്തകത്തിന്റെ വിൽപ്പനയും ആയപ്പോൾ നമുക്കൊരു സ്ഥിരം അക്കൗണ്ടിനെ ആവശ്യമായി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് കീപ്പറെ ആവശ്യമായി വന്നിരിക്കുന്നു. ഗ്രൂപ്പുകളുടെ ഡയറക്ടറിയും പ്രാദേശിക ഫോറങ്ങളും സൂക്ഷിക്കുന്ന ഒരു ജോലിയായിരിക്കുന്നു. കത്തുകളും ഫയലുകളും കൂമ്പാരം കൂടിയിരിക്കുന്നു. കൂടുതൽ മധ്യാസക്തർ ജോലിക്കാരാകേണ്ടതുണ്ട്. ജോലികൾ വിഭജിച്ച് നൽകുമ്പോൾ വകുപ്പ് തലത്തിൽ വിഭജിക്കേണ്ടിയിരിക്കുന്നു. ഗ്രൂപ്പ് തല ബന്ധങ്ങൾ, പ്രാദേശികവും വൈദേശികവുമായ പൊതുജന സമ്പർക്കങ്ങൾ, ജനറൽ സർവീസ് കോൺഫറൻസുകൾ, ഓഫീസ് ക്രമീകരണങ്ങൾ, തപാലുകൾ, കണക്കുകൾ സൂക്ഷിക്കൽ, ജയിലുകളിലും ആശുപത്രികൾക്കുമുള്ള പ്രത്യേക സേവനങ്ങൾ, അങ്ങനെ പോകുന്നു. Fortunately,
The office did not have to grow as fast as AI did. The bill would never have by, paid if it had. AI was getting so big that we could not possibly educate all members on what headquarters was doing. Many groups, preoccupied with their own affairs, failed to help us at all. Less than half of them contributed anything. We were plagued by constant deficits in contributions, which likely would be plugged up with money from the sale of the book and our growing pamphlet literature. Without this book income, we could have folded up entirely. ഭാഗ്യത്തിന് എ പോലെ ഓഫീസ് വളർന്നില്ല. അല്ലാത്ത പക്ഷം ചെലവുകൾ നേരിടാൻ വിഷമിച്ചാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രവർത്തനത്തെ അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ എളുപ്പമായിരുന്നില്ല. പല ഗ്രൂപ്പുകളും മുൻവിധിയോടെ പ്രവർത്തിക്കുകയും ഞങ്ങളെ സഹായിക്കാതിരിക്കുകയും ചെയ്തു. പകുതി ഗ്രൂപ്പുകളും സംഭാവനകൾ തന്നെ നൽകിയില്ല. പലതിനും പണം തികയാതെ വന്നു. പക്ഷെ പുസ്തകത്തിന്റെയും ലഘുലേഖയുടെയും വിൽപ്പന പ്രശ്നം പരിഹരിച്ചു. പുസ്തക വരുമാനമില്ലായിരുന്നുവെങ്കിൽ എല്ലാം അടച്ചു പൂട്ടേണ്ടി വരുമായിരുന്നു. പകുതിയോളം ഗ്രൂപ്പുകൾ മാത്രമേ സംഭാവന നൽകിയുള്ളൂ. The year 1944 brought a vital development in New York City. A few literary and news-minded AIs began to issue a monthly publications. This original group consisted of Marty, Priscilla, Louis K. Abbott, Mew, and K. Besides this, Grace O. and her husband turned up among its moving spirits. They called their magazine The Grapevine. It was by no means the first local AI bulletin or magazine. The Cleveland Central Bulletin and the Los Angeles Eye Opener and several others had preceded it, but the Grapevine caught on nationality. 1944 ഒരു വലിയ മുന്നേറ്റമുണ്ടായി. ന്യൂയോർക്ക് സിറ്റിയിൽ സാഹിത്യത്തിൽ താല്പര്യമുള്ള ചിലർ ലൂയിസ് കെ അബട്ട് മെയ്ക്കെ എന്നിവരായിരുന്നു. മാർട്ടി, പ്രസീലിയ, ലൂയിസ് കെ എബട്ട് മെയ് ആൻഡ് കെ എന്നിവരായിരുന്നു. അവരെ കൂടാതെ ഗ്രേസ്, അവളുടെ ഭർത്താവ് എന്നിവരും താല്പര്യം കാണിച്ചു. അവർ ഒരു മാസികയ്ക്ക് ഗ്രേപ്പ് വൈൻ എന്ന് പേരിട്ടു. ഇതായിരുന്നില്ല ആദ്യത്തെ AI ബുള്ളറ്റിനോ മാസികയോ. ക്ലേവ്ലാൻഡ് സെൻട്രൽ ബുള്ളറ്റിൻ, ലോസ് ആഞ്ചലസിൽ ഐ ഓപ്പണർ, അങ്ങനെ പലതും അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രേപ്പ് വൈൻ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. After the first few months it encountered a strange kind of difficulty. It turned out that the FBI for a long time had published a sheet called the Grapevine. It was largely devoted to keeping FBI men up to date on the doings of their great service. Things were finally ironed out when we began to call our monthly magazine the AA Grapevine. With this minor difficulty overcome, our Grapevine grew and grew. The circulations has since risen to more than 40,000 copies a month as of 1957. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗ്രേപ്പ്വൈൻ അസാധാരണ ഒരു പ്രതിസന്ധി നേരിട്ടു. വളരെ കാലമായി FCI ഗ്രേപ്പ്വൈൻ എന്ന പേരിൽ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുടെ വലിയ സേവനങ്ങൾ ഓർമ്മപ്പെടുത്താനായിരുന്നു അത്. നമ്മുടെ മാസികയെ AA ഗ്രേപ്പ്വൈൻ എന്ന് വിളിക്കാൻ തുടങ്ങിയതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഈ പ്രശ്നം തീർന്നതോടെ ഗ്രേപ്പ്വൈൻ വളരാൻ തുടങ്ങി. സർക്കുലേഷൻ 40,000-അധികമായി. 1957 കണക്ക് പ്രകാരം The grapevine is the mirror of AA thought and action worldwide. It is a sort of magic carpet on which all of us can travel from one distant AA outpost to another. And thus it has become a wonderful exchange medium of our current thought and experience. After a while, the grapeviners discovered that they had a bear by the tail. It was always fun to get in the material and edited the pieces, but licking all those postage stamps and mailing thousands of copies finally became an impossible job. So they asked that the foundation take over. When the trustees inquired of the AA groups if they would like to make the Grapevine their international magazine, their answer was yes. The journal was incorporated, and the two foundation trustees were seated on its board of directors along with the editors. The Grapevine had to have full-time help. This created a mounting deficit, and again funds from the big book had to come to the rescue. Without this aid, the magazine would have suspended publication. Even more than the headquarters office, the AA Grapevine can always use a large staff of volunteers. Only the managing editor, her assistants,
The head of the subscription department and a few routine workers are on the payroll. The editor, the editorial board, the artists, and many writers always be a vast amount of volunteer work on every issue. Without such expert volunteers, we could have no magazine at all where we to pay them for their services. The bill would be prohibitive. How these busy professional men and women are able to meet the grapevine deadline where every month will always be mystery to the rest of us. It is one of the most consistent and brilliant volunteer effort that AI has been. Even as early as 1945, the solution of group problems by correspondence had put a large volume of work on headquarters. Letters to meet Repolitan AI centers filled our bulging files. It seemed as if every constant in every group argument wrote us during this confused and exciting period. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗ്രേപ്പ് വൈൻ വീണ്ടും ഒരു അസാധാരണമായ പ്രതിസന്ധി നേരിട്ടു. അത് പിന്നീട് അവരുടെ മാസികയുടെ പേര് ഗ്രേപ്പ് വൈൻ എന്ന് നയിക്കുമ്പോൾ അത് പരിഹരിച്ചു. 40,000-ലധികം സർക്കുലേഷൻ ഉണ്ടായി. ലോകവ്യാപകമായി ചിന്തകളുടെയും പ്രവൃത്തികളുടെയും കണ്ണാടിയാണ് ഗ്രേപ്പ് വൈൻ. ഇതൊരു തരം മാജിക് കാർപ്പറ്റാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ആശയങ്ങളും അനുഭവങ്ങളും കൈമാറാനുള്ള മാർഗം. അല്പകാലത്തിനുള്ളിൽ മനസ്സിലായി ഞങ്ങൾക്ക് അസാധ്യമായ ഒന്നാണിതെന്ന്. രചനകൾ ശേഖരിക്കലും എഡിറ്റ് ചെയ്യലും ആയിരക്കണക്കിന് കോപ്പികൾ സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കലും അസാധ്യമായി തോന്നി. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഗ്രൂപ്പുകളോട് ചോദിച്ചു. അവർ സമ്മതം മൂളി. ഗ്രേപ്പ് വൈൻ ഉൾപ്പെടുത്തി 2 ട്രസ്റ്റിമാരും എഡിറ്റർമാരും ഒരുമിച്ചിരുന്നു. ഗ്രേപ്പ് വൈന് മുഴുവൻ സമയം സഹായം ആവശ്യമുണ്ടായിരുന്നു. ബിഗ് ബുക്കിന്റെ വരുമാനത്തിൽ നിന്ന് സഹായം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഈ സഹായമില്ലായിരുന്നെങ്കിൽ മാസിക നിന്നു പോകുമായിരുന്നു. ഗ്രേപ്പ് വൈൻ പ്രവർത്തനത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളതിലധികം സന്നദ്ധ സേവകരുണ്ടായിരുന്നു. മാനേജിംഗ് എഡിറ്ററും അവരുടെ സഹായ ചിലരും മാത്രമാണ് വേതനം പറ്റുന്നവരിൽ ഉണ്ടായിരുന്നത്. എഡിറ്റോറിയൽ ബോർഡും ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും വലിയ സേവനമാണ് ചെയ്തത്. ഈ വിദഗ്ധരുടെ സേവനമില്ലാതെ ഒന്നും നടക്കുമായിരുന്നില്ല. ഇതിനൊക്കെ പണം നൽകൽ അസാധ്യമായിരുന്നു. തിരക്കുള്ള വിദഗ്ധരായ സ്ത്രീ പുരുഷന്മാർ എങ്ങനെയാണ് ഓരോ മാസവും ഗ്രേപ്പ് വൈൻ പുറത്തിറക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. കണ്ട ഏറ്റവും മഹത്തായ ഒരു സേവനമായിരുന്നു ഇത്. 1945 കാലത്ത് തന്നെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടേഴ്സിന് ബൃഹത്തായ ജോലിയായിരുന്നു. നഗരത്തിലേക്കുള്ള കത്തുകൾ കൊണ്ട് ഞങ്ങളുടെ ഫയലുകൾ നിറഞ്ഞു. ഇക്കാലത്ത് മിക്ക ഗ്രൂപ്പുകളിൽ നിന്നും ഞങ്ങൾക്ക് കത്തുകൾ ലഭിച്ചു. Even as the basic idea for the 12 traditions of alcoholism came directly out of this vast correspondence. In late 1945, a good AA friend suggested that all the mass of experience might be codified into a set of principles which could offer tested solutions to all our problems of living and working together and of relating our society to the world outside. If we had become sure enough of where we really stood on such matters as membership, group autonomy, singleness of purpose, non-endorsement of other enterprises, professionalism, public controversy, and anonymity is its several aspects, then such a set of principles could be written. A code of tradition could not, of course, ever become rule or law, but it might act as a guide for our trustees, headquarters people, and especially for AA groups with the growing pains. Being to the center of things, we of headquarters would have to do the job. Aided by my helpers there, I set to work. The traditions of Alcoholism were first published in the so-called long form in the Grapevine of May 1946. Additional grapevine pieces then explained the tradition in detail. This continued to appear for several months. Later on, this article were incorporated in a pamphlet called AA Tradition. All of our headquarters staff members and many groups strategies still rely on well-thumbed and battered copies of this first tradition pamphlets for their guidance in time of trouble. At the foundation, meanwhile, we had to take a significant action that was incorporated in this tradition. In 1945, we wrote Mr. John D. Rockefeller Jr. and the 1940 dinner guest that we would longer needed their financial help. The book royalties could now look after Dr. Bob and me. Group contributions could pay the general office expenses. If this were insufficient, the reserve accumulated out of literature sales
could meet the deficit. This meant that we had finally declared for self-support. Since that time, AS Board of Trustees has steadfastly refused outside contributions. അപ്പോൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിയ ആളുകൾ പല ഗ്രൂപ്പുകളിൽ നിന്നും കുമിഞ്ഞുകൂടിയ കത്തുകളിൽ നിന്നാണ് പാരമ്പര്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ലഭ്യമായത്. 1945 അവസാന കാലത്ത് ഒരു നല്ല സുഹൃത്ത് ഒരു കാര്യം അഭിപ്രായപ്പെട്ടു. ഈ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഒരുമിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ലോകവുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും. മെമ്പർഷിപ്പ്, ഗ്രൂപ്പ് സ്വാതന്ത്ര്യം, ഏക ഉദ്ദേശം, കൂട്ടുചേരാതിരിക്കൽ, അനാമധേയത്വം, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് എന്തെന്ന് നമുക്ക് വ്യക്തമാകും. ഇത്തരം തത്വങ്ങൾ എഴുതപ്പെടേണ്ടതുണ്ട്. പാരമ്പര്യങ്ങൾ ഒരിക്കലും നിയമമാകരുത്, പക്ഷേ ഇത് നമ്മുടെ ട്രസ്റ്റിമാർക്കും ഹെഡ്ക്വാർട്ടേഴ്സിനും മാർഗദർശനങ്ങളാകണം, പ്രത്യേകിച്ച് വളരുന്ന ഗ്രൂപ്പുകൾക്ക്. കാര്യങ്ങളുടെ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവർ ജോലികൾ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ സഹായികളുടെ സഹായത്തോടെ ജോലികൾ ആരംഭിച്ചു. പാരമ്പര്യങ്ങളുടെ ദീർഘരൂപം 1946 മെയ് മാസത്തിലെ ഗ്രേപ്പ് വൈനിൽ പ്രസിദ്ധീകരിച്ചു. അടുത്ത ലക്കങ്ങളിൽ പാരമ്പര്യങ്ങൾ വിശദീകരിച്ചു. ഇത് മാസങ്ങളോളം തുടർന്നു. പിന്നീട് പാരമ്പര്യങ്ങൾ എന്ന പേരിൽ ഒരു ലഘുലേഖയാക്കി ക്രോഡീകരിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവരും ഗ്രൂപ്പ് സെക്രട്ടറിമാരും ഒക്കെ വിഷമഘട്ടത്തിൽ ആശ്രയിക്കുന്നത് തേഞ്ഞുമാഞ്ഞ ഈ ലഘുലേഖയാണ്. അതേസമയം ഫൗണ്ടേഷൻ അടുത്ത കാലത്ത് എടുത്ത തീരുമാനങ്ങളൊക്കെ പാരമ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലായിരുന്നു. 1945 ഞങ്ങൾ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിനോടും 1940 ഞങ്ങൾ അന്നത്തെ സൽക്കാര അതിഥികളോടും അന്നത്തെ അത്താഴവിരുന്നിൽ പങ്കെടുത്ത അതിഥികൾക്കും എഴുതി ഞങ്ങൾ തുടർന്ന് അവരുടെ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അവർക്ക് എഴുതി അറിയിച്ചു. ബുക്കിന്റെ റോയൽറ്റി എന്നെയും ഡോക്ടർ ബോബിനെയും നോക്കും. അതിന് തികയുന്നുണ്ട്. ഗ്രൂപ്പുകളുടെ സഹായം കൊണ്ട് ജനറൽ ഓഫീസ് നടന്നു പോകും. ഫണ്ടുകൾ തികയാതെ വന്നാൽ പുസ്തകത്തിൽ നിന്നുള്ള റിസർവ് ഫണ്ട് കമ്മി നികത്തും. ഇതിന്റെ അർത്ഥം അവസാനം നമ്മൾ പൂർണ്ണമായും സ്വയം പര്യാപ്തരായി എന്നാണ്. ഇതിനുശേഷം എയുടെ ട്രസ്റ്റി ബോർഡ് പുറമേ നിന്നുള്ള സംഭാവനകൾ നിരസിച്ചു പോന്നു. When first published, the tradition got a mixed reception. Only groups in dire trouble took them seriously, but to some quarters there was a violent reaction against them, especially in groups that had long lists of protective rules and regulations. At the other extreme, there was much empathetic indifference. Still others said, let's keep a symbol to them. That all traditions seem only needless expressions of the hopes and fears of general headquarters for AA's future. പാരമ്പര്യങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. കുഴപ്പത്തിലായിരിക്കുന്ന ഗ്രൂപ്പുകൾ മാത്രം ഇത് ഗൗരവത്തിലെടുത്തു. ചില സംരക്ഷണ നിയമങ്ങൾ ശീലിച്ചു പോന്ന ചില ഗ്രൂപ്പുകൾ പാരമ്പര്യങ്ങളെ കഠിനമായി എതിർത്തു. മറ്റൊരു വശത്ത് കടുത്ത നിസ്സംഗത. മറ്റു ചിലർ പറഞ്ഞു, നമുക്കിത് ലളിതമായി വെക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എയുടെ ഭാവിയെക്കുറിച്ചുള്ള ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭയത്തിൽ നിന്ന് ഉണ്ടായത് എന്നാണ്. At this point, I began to travel and talk a lot about the new principles. The members listened, but were obviously bored. After a while, I received a letter like this: Bill, we would love to have you come and speak. Tell us where you used to hide your bottles and tell us about that hot-flush spiritual experience of yours. But please don't talk anymore about those damn traditions. ഈ അവസരത്തിൽ ഞാൻ ധാരാളം സഞ്ചരിക്കുകയും ഈ പുതിയ തത്വങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കുകയും ചെയ്തു. കേൾവിക്കാർ യഥാർത്ഥത്തിൽ ബോറടിച്ചിരുന്നു. ബില്ലിന് ലഭിച്ച കത്തുകളിൽ ചിലത് ഇങ്ങനെയായിരുന്നു: ബിൽ, നിങ്ങൾ വന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ കുപ്പികൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതിനെ കുറിച്ചും നിങ്ങൾക്കുണ്ടായ ആ ആത്മീയ വെളിച്ചത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കണം. ദയവായി ആ നശിച്ച പാരമ്പര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ബോറടിപ്പിക്കരുത്. Times has changed all that. Several years later, it was recognized that the 12 traditions were going to be just as necessary to the life of our society as the 12 steps were to the life of each member. We saw that traditions were the key to the unity, the functioning, and even the survival of Alcoholics Anonymous. കാലം എല്ലാറ്റിനും മാറ്റം വരുത്തി. വർഷങ്ങൾക്ക് ശേഷം വ്യക്തിപരമായി സുഖപ്പെടാൻ പടികൾ സഹായിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മ നിലനിൽക്കാൻ പാരമ്പര്യങ്ങൾ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. പാരമ്പര്യങ്ങൾ ഐക്യത്തിന്റെ താക്കോലാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. In reality, I had not been the author of the tradition at all. I had merely put them on paper in such a way
as to mirror principles which had already been developed in AA group experience. As General Quarters in its trustees and its staff had actually made the formulation of this vital principle possible. Had there been no headquarters to bring our group problems into focus, the told traditions of alcoholism could never have been written. By this time, AA had begun to find favor in the world of medicine. Two of American great medical association took unprecedented steps in recognizing us. In 1944, the Medical Society of State of New York had invited me to read a paper of its annual meetings. After the reading, three of the physicians present, Dr. Harry Tybot, Dr. Kirby Collier, and Dr. Foster Kennedy, stood up. They gave AA the um, firmest kind of endorsement. The society itself went still further. It published the paper, its journal, and permitted AA to make reprints. Large numbers of these pamphlets have since been distributed all over the world, carrying the assurance to doctors everywhere that AA is medically sound. യഥാർത്ഥത്തിൽ പാരമ്പര്യങ്ങളുടെ കർത്താവ് അല്ലെങ്കിൽ എഴുതിയ ആൾ ഞാനല്ല. ഗ്രൂപ്പുകളുടെ അനുഭവങ്ങൾ ഞാൻ പകർത്തി എഴുതിയെന്ന് മാത്രം. ക്വാർട്ടേഴ്സിലെ ട്രസ്റ്റിമാരും ജോലിക്കാരുമാണ് നിർണായകമായ തത്വങ്ങൾ നടപ്പിൽ വരുത്തിയത്. ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ പാരമ്പര്യങ്ങൾ എഴുതപ്പെടുമായിരുന്നില്ല. ഇക്കാലത്ത് വൈദ്യശാസ്ത്രത്തിന്റെ അനുഭവം നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട 2 മെഡിക്കൽ അസോസിയേഷനുകൾ എക്ക് മുൻപൊന്നും നൽകാതിരുന്ന വിധത്തിൽ പിന്തുണ നൽകി. 1944-ലാണത്. ന്യൂയോർക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചു. കുറിച്ചുള്ള പേപ്പർ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സന്നിഹിതരായിരുന്ന ഡോക്ടർമാരായ ഡോക്ടർ ഹാരി ടൈബോട്ട്, ഡോക്ടർ കിർബി കോളിയർ, ഡോക്ടർ ഫോസ്റ്റർ കെന്നഡി എന്നിവർ എക്ക് തികഞ്ഞ അംഗീകാരം നൽകി. അവിടെ ഒരു പടി കൂടി മുന്നോട്ട് പോയി. അവർ ആ പേപ്പറുകൾ അവരുടെ ജേർണലിൽ മെഡിസിൻ ജേർണലിൽ പ്രസിദ്ധീകരിപ്പെടുത്തുകയും എക്ക് പുനഃപ്രകാശന അധികാരം നൽകുകയും ചെയ്തു. വൈദ്യശാസ്ത്രപരമായി സ്വീകാര്യമെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ലഘുലേഖ ലോകത്താകമാനം പ്രചരിച്ചു. നമുക്ക് അവിടെ വെച്ച് നിർത്താം. നമുക്ക് സമയമായി. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ.